കാരണം പാരന്റും മാനേജ്മെന്റും PTA തമ്മിൽ ഇടപെട്ട് തീർക്കേണ്ട കാര്യമാണ്, അവിടെ അവസാനിക്കേണ്ട കാര്യമായിരുന്നത്. ഇന്നയാൾക്ക് ഇന്നിടാം, ഇന്നയാൾക്ക് ഇതിടാം എന്ന് ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡ് റൂൾസിൽ നമുക്ക് എഴുതി ചേർക്കാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാവരും ഈക്വലാണ്. ഒരു ഈക്വാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു യൂണിഫോം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, മാനേജ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇക്വാലിറ്റി ആണല്ലോ കുട്ടിയും കാണിച്ചിരിക്കുന്നത്. ടീച്ചറിന്റെ തലയിലും തട്ടിയിട്ടിട്ടുണ്ട്, കുട്ടിയുടെ തലയിലും തട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇക്വാലിറ്റി ആണല്ലോ. പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് അതുപോലെ തന്നെ ടീച്ചർമാർക്കും ഡ്രസ് കോഡ് നിർബന്ധമാക്കിയ ഒരു നിയമം നിലവിൽ വന്നാലോ ഈ പറയുന്ന മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അതൊരു പക്ഷേ ശക്തമായിട്ട് പ്രതിഷേധിക്കുമായിരിക്കും അല്ലേ? അവർക്കത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ ഒരു പക്ഷേ കഴിഞ്ഞെന്നില്ല. അതുപോലെ തന്നെയാണ് എല്ലാ മതവിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളും. ഇസ്ലാമിനെ തട്ടമിട്ട് മാത്രമേ പെൺകുട്ടികൾ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്നുള്ളത് ഇസ്ലാമിന്റെ വിശ്വാസമാണ്. അങ്ങനെയാണല്ലോ വിദ്യാഭ്യാസ മേഖലയിൽ ഇതുവരെ കുട്ടികളെല്ലാം പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ഇന്നും ഒരുപാട് ക്രൈസ്തവ സ്കൂളുകളുണ്ട്, തട്ടായിട്ട് പഠിക്കുന്ന ഒരുപാട് ക്രൈസ്തവ സ്കൂളുകളുണ്ട്. നമ്മുടെ സെന്റ് ഫിലോമിനാസ്, സെന്റ് തോമസ് ക്രൈസ്തർ, അവിടെയൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയം കലർന്ന മാനേജ്മെന്റാണ്. ഇതിന്റെ പുറകിൽ നല്ല രാഷ്ട്രീയ കളികളുണ്ട്. ഒരു പ്രശ്നം തിരികൊളുത്തിയിട്ട് മാറി നിൽപ്പുണ്ട് അതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ പറയുന്നത് ആരെക്കുറിച്ചാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ, പ്രത്യേകിച്ച് അവരെക്കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ സ്കൂളുകളിൽ ഡ്രസ് കോഡ് വേണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനി കുട്ടികളാണെങ്കിലും ടീച്ചർമാരായിരുന്നാലും അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി അത് അവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തട്ടായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് സ്കൂളുകൾ ഒരുപാടുണ്ട്, അങ്ങോട്ടൊക്കെ മാറാം. ഞാൻ വിഷയമൊന്നുമില്ല. കാരണം നമുക്കിവിടെ വേണ്ടത് ഒരു പ്രശ്നം എങ്ങനെ സോഫ്റ്റ് ആയിട്ട് പരിഹരിക്കാം എന്നുള്ളതാണ്. ഒരു പ്രശ്നത്തിന് പ്രശ്നം കൊണ്ടല്ല നമുക്ക് പരിഹരിക്കേണ്ടത്.